എല്ലാവർക്കും നമസ്കാരം. എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും ഫസ്റ്റ് നമസ്കാരം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ആണ്. കാരണം എന്താ പറയുന്നത്, കത്തോലിക്ക ബാബ തിരുമേനിയുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യുക. വളരെ വളരെ നന്ദി. ഈ കോളേജിലെ എല്ലാവർക്കും, എസ്പെഷ്യലി പ്രിൻസിപ്പൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു. തീർച്ചയായിട്ടും ദിവ്യ മാം, എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയുടെ പേര് ദിവ്യ എന്നാണ്. അപ്പം ദിവ്യ ചേച്ചിയുടെ കൂടെ സ്റ്റേജ് വന്നതിൽ വളരെ നന്ദി. സത്യം പറഞ്ഞാൽ എനിക്ക് സ്പീച്ചൊന്നും 25 മിനിറ്റാണ് എഴുതിയിരിക്കുന്നത്. 25 മിനിറ്റ് എന്ത് സംസാരിക്കണം എന്നറിയില്ല. അതാണ് സംസാരിക്കട്ടെ. താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും, അതും എൻ്റെ വൈഫ്, അതായത് ഭുവനേശ്വരി എന്നോട് പറഞ്ഞു, ഈ വേൾഡ് സൂസൈഡ് പ്രിവെൻഷൻ ഡേക്ക് എന്താണ് ചീഫ് ഗസ്റ്റ് എന്ന്. അപ്പം ഇഷ്ടമായി. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു പലരും എൻ്റെ പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ജീവിതം ഇനി എന്തിനാണ് എന്ന് വരെ ചോദിക്കാനുള്ള പല ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണം മാതാപിതാക്കളോട് വളരെ നന്ദി പറയണം. ഞാൻ പോലും അറിയാത്ത എത്രയോ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം എനിക്ക് തോന്നുന്നു ആ പാടുള്ള ഘട്ടങ്ങളിൽ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് ദൈവവും ദൈവത്തിനുള്ള വിശ്വാസവുമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് എന്താ ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വിളിക്കുന്നു വരും. അപ്പം ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്പീച്ചിൽ നല്ലത് 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. എനിക്ക് സ്പീച്ചിൽ അല്ലെ അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളുടെ കൂടെ എൻ്റെ ലൈഫിൽ ചെറിയൊരു കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ആൻസർ. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. ഒന്നും ചോദിക്കാനല്ലേ മോനെ? തീർച്ചയായിട്ടും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് വലുതായത്. വളരെ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ എനിക്കൊരു ട്യൂമർ ഉണ്ടായി, സർജറി ഉണ്ടായിരുന്നു. അപ്പം ഈ കോട്ടയത്തടുത്ത് ഏറ്റുവലിയിലപ്പൻ്റെ അടിമയാണ് ഞാൻ. അപ്പം അവിടെ നിന്നാണ് വിശ്വാസം തുടങ്ങിയത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദൈവത്തിലുള്ള അമിതമായ വിശ്വാസം, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കൂടുതൽ ദൈവത്തിലുള്ള വിശ്വാസം, അത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ എത്ര അപ്രതീക്ഷിതമായിട്ട് വന്നാലും അത് നേരിടാനുള്ള ഒരു ശക്തി എനിക്ക് തോന്നുന്നു ദൈവം തന്നിട്ടുണ്ട്. അതിപ്പോൾ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഐ ആം റെഡി ഫോർ ഇറ്റ്. ഐ വിൽ ഫേസ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അത്ര നല്ല ആൻസർ ആയിരുന്നു. സർ, ഞാൻ മണിക്കൂട്ടനാണ്. മണിക്കൂട്ടൻ, ഞാൻ ഡിഗ്രി കെമിസ്ട്രി പഠിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് കടന്നുപോയിട്ടുള്ള ആ പ്രതികൂലമായ സാഹചര്യത്തെ പറ്റിയാണ്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ സാറിന്റെ മനസ്സിൽ തോന്നിയ വികാരം എന്തായിരുന്നു? സത്യം പറയല്ലോ, ഒരു വികാരം ഉണ്ടായിരുന്നില്ല. അത് തമാശയിൽ ഞാൻ പറയുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ഏറ്റവും വലിയ ഒരു എനിമിക്ക് പോലും ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്തോ, ഞാൻ നേരത്തെ ഇപ്പോൾ കുട്ടി ചോദിച്ച ഉത്തരം പറഞ്ഞ പോലെ തന്നെ ദൈവാനുഗ്രഹം അത് ഫേസ് ചെയ്യാൻ പറ്റി. എനിക്കുണ്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആരാണ് ഉത്തരമിത്രങ്ങൾ, ആര് വിശ്വസിക്കാം, ആരെ വിശ്വസിക്കരുത് എന്ന്. അപ്പം വികാരമായിട്ടൊന്നുമില്ല. ഞാൻ എന്താ പറയുക, കുറേ കരഞ്ഞിട്ടുണ്ട്. കുറേ ഇപ്പോഴും വളരെ സന്തോഷവും സ്ട്രോങ് ആയിട്ടിരുന്നാലും അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ എന്തിനാണ് ആ ഒരു സംഭവം നടന്നത്, എന്തിനാണ് എന്നെ അതിൽ കൂടി വിട്ടതെന്നൊക്കെ പല ക്വസ്റ്റ്യനുകൾ
പക്ഷെ എന്തായാലും എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, എന്നെ സ്നേഹിക്കുന്ന അച്ഛനമ്മ, എൻ്റെ വീട്ടുകാർ, പിന്നെ ഇത്രയും നല്ല സുന്ദരന്മാരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് അത് തന്നെ എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ വികാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 0 ആയിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു. ദൈവത്തിൽ വിശ്വാസം മാത്രം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്ക് യു. ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്ന ആൾക്കാർ വളരെയധികം പേരുണ്ട്. അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ പേരുണ്ട്. അതിൽ പല ആൾക്കാർക്കും സമൂഹത്തിൽ ഒരുപക്ഷെ മറ്റാൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് അത് അറിയരുത് എന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു പ്രവണതയുണ്ട്. അതങ്ങനെ പോയേക്കാം. അങ്ങനെയുള്ള താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ എന്താണ് സന്ദേശം നൽകാനുള്ളത്? ആത്മഹത്യ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇപ്പോൾ തിരുമേനിയും പറഞ്ഞു, ദീപനമ്മ പറഞ്ഞു, ഓരോ നിമിഷം ചിലപ്പം ആ ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന കാര്യം കൊണ്ട് മാത്രമായിരിക്കില്ല, പല പല കാര്യങ്ങളാലായിരിക്കാം ആത്മഹത്യക്ക് പ്രേരണ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നല്ല ഫാമിലി അല്ലെങ്കിൽ അച്ഛനമ്മയോട് സംസാരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ ഈ ജനറേഷൻ തന്നെയാണ്, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എനിക്ക് തോന്നുന്നു, എന്ത് സംഭവിച്ചാലും ഞാൻ അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് സ്വന്തമായിട്ട് ഇത് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടൊന്നും ഇല്ല. എനിക്കൊരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്, ഒരു ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഫാൻ പേജ് എന്നുള്ള രീതിയിലുണ്ട്. അപ്പം ഞാൻ മാക്സിമം സോഷ്യൽ സൈറ്റ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ട്വിറ്ററിൽ ഉള്ളി ഷെയറിങ്, അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എവിടെയാണെന്ന് ഞാൻ അധികം അന്വേഷിക്കാറില്ല. കാരണം അതും ദാറ്റ് ക്യാൻ ബി ഓൾസോ എ ഡിപ്രഷൻ. കാരണം എൻ്റെ കൂടെ കളിച്ച് വളർന്ന കൂട്ടുകാർ, അതായത് എൻ്റെ ക്രിക്കറ്റേഴ്സ്, നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന പല ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവരൊക്കെ ഒരു ലെവലിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിപ്രഷൻ അല്ല, യു ഫീൽ വെരി ഓഡ്, വൈ മീ എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിലുള്ള സന്തോഷം, നമ്മൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല, നമ്മളിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. കാരണം അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അനുജത്തി, ചേട്ടൻ, അനിയൻ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു പ്രേരണ വരില്ല. അത് വരാണ്ടിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ സ്വന്തം തീരുമാനിക്കണം. എനിക്ക് നന്നാകണം, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള ശക്തി എൻ്റെ കയ്യിലുണ്ട് എന്ന് തോന്നിക്കഴിയണം. അതെനിക്ക് ബിഗസ്റ്റ് അഡ്വൈസ്. ഇപ്പം തിരുമേനി പറഞ്ഞതും മാം പറഞ്ഞത് തന്നെയാണ്. I am very beautiful, I am the best, I will overcome anything I ever get. അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുണ്ടാവില്ല. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ തീർച്ചയായിട്ടും യു ഷുഡ് ഷെയർ ഇറ്റ്. I think sharing is believing, and blood relation is the best relation. അപ്പം friends is important, but if you have blood relation, best. Thank you. ചോദിച്ചോണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല. ഉറപ്പായിട്ടും കൂട്ടുകാരുടെ ക്വസ്റ്റ്യനും 3 പേരുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത്? അതുപോലെ മാതാപിതാക്കള്, ഭാര്യ, സഹോദരങ്ങള്, അതുപോലെ തന്നെ സുഹൃത്തുക്കള് എങ്ങനെ സഹായിച്ചു ഇതിനെ നേരിടാൻ വേണ്ടി? അത് സഹായിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന, പിന്നെ ഇപ്പൊ തിരുമേനി പറഞ്ഞ പോലെ തന്നെയും അല്ലെങ്കിൽ മാം പറഞ്ഞ തന്നെ ഒരു കൈ നമ്മുടെ തോളത്ത് വന്ന് കുഴപ്പമില്ല പോലെ ഞങ്ങളെല്ലാം കൂടെ ഇല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ദിവസം അവിടെ അത്രയുമുള്ള ആളുകൾ, എനിക്ക് വേൾഡ് കപ്പ് 2007 വേൾഡ് കപ്പ് 2011 ജയിച്ചിട്ട് വന്നപ്പോഴും ഇല്ലാത്തൊരു ആൾക്കൂട്ടം ആ എയർപോർട്ടിലുണ്ടായിരുന്നു എന്നെ റിസീവ് ചെയ്യാൻ. അപ്പം ആ സ്നേഹമെല്ലാമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന തന്നെയായിരിക്കും. അല്ലാതെ വേറൊന്നും അതിന് ഉത്തരം ഇല്ല. താങ്ക് യു സാർ. എൻ്റെ പേര് സച്ചു ടീച്ചറിൽ, ഞാൻ ഡേറ്റ് ഇംഗ്ലീഷ് പഠിക്കുന്നു. സാറിൻ്റെ ചോദ്യം താങ്കൾ തീഹാർ ജയിലിലായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? തീഹാർ ജയിലിൽ വെച്ച് ജീവിതം വിട്ടു പോകണം, ജീവിതം ഒഴിവാകണം എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ
എന്താ പറയുക, ആ ഒരു ഘട്ടത്തിലും എന്തോ ഒരു അശരീരി പോലെ എനിക്കങ്ങനെ ഞാൻ ഹിന്ദു ആണെങ്കിലും ഞാൻ ഹിന്ദു മതം മാത്രമൊന്നുമല്ല. ഞാൻ സെൻറ് ആന്റണീസിൽ പോകാറുണ്ട്, കല്ലൂര് സെൻറ് ജോർജ് പോകാറുണ്ട്, പിന്നെ കോതമംഗലത്ത് പഠിക്കുമ്പം എല്ലാ പള്ളികളിലും അങ്ങനെ ഇപ്പം മുസ്ലിം പ്രേയേഴ്സ് വരെ എനിക്ക് കുറേ അറിയാം. അപ്പം ഞാനൊരു പ്രത്യേകിച്ചൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പം ആ സിറ്റുവേഷനിൽ വളരെ ടഫ് ആൻഡ് ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ 2 വേൾഡ് കപ്പ് ജയിച്ചു. ടെസ്റ്റ് റാങ്ക് നമ്പർ 1 ആയ സമയത്ത് മാൻ ഓഫ് ദി മാച്ചായ ഞാൻ കേരളത്തിൽ നിന്ന് കളിച്ച് വലുതാകുന്നൊരു കുട്ടി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കുട്ടികളെയും എൻ്റെ കുട്ടികളെന്ന് വെച്ചാൽ എൻ്റെ നെഫ്യൂസ് ആൻഡ് നീസ്, എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഞാൻ. അപ്പം അവരെല്ലാവരുടെയും കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അശരീരി പോലെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു സെൽമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫേസ്ബുക്ക് മേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കൊരു സെൽമേറ്റ് ആണ് ശരിക്കും ഗോപാൽ ഗാന്ധി സാർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഒരു അഡ്വൈസ്. വെരി സിമ്പിൾ അഡ്വൈസ് ആയിരുന്നു. നത്തിങ് വേഴ്സ് ദാൻ ജയിൽ, നെക്സ്റ്റ് ഇസ് ഡെത്ത്. ആ ഡെത്ത് ദൈവം തന്ന ജീവിതമാണ്. എനിക്ക് തോന്നുന്നു മിറാക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതുവരെ ഞാൻ പഠിച്ചിരിക്കുന്നത് സക്സസ് ആൻഡ് മിറാക്കിൾ ഇസ് ഹാർട്ട് ബീറ്റ്. നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആണ്. ദാറ്റ്സ് എ മിറാക്കിൾ. അതിൽ വിശ്വസിക്കണം. അത് ഇപ്പോൾ ഫിലോസഫിക്കലായിട്ട് പറയുകയല്ല. എൻ്റെ ലൈഫിൽ ആ ഘട്ടത്തിൽ ഗോപാൽ ഗാന്ധി സാർ പറഞ്ഞ പോയിന്റ് അത് തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ എന്താകാൻ പറ്റുമെന്നോ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നോ ആലോചിക്കാതെ നമ്മളുടെ ലൈഫിൽ എന്തുകൊണ്ട് അവർക്കായിട്ട് ജീവിക്കണമെന്ന് ആലോചിച്ചാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ചെയ്തത്. താങ്ക് യു സാർ. എൻ്റെ പേര് മനോജ് ജോർജ്. ഞാൻ സോറി, ഇങ്ങനെ തിഹാർ ചെയ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ഞാൻ കരയാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. എൻ്റെ പേര് മനോജ് ജോർജ്. ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. സാർ, അങ്ങയുടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയെക്കുറിച്ച് സങ്കല്പങ്ങൾ, ഞാൻ എവറി ഡേ എന്താ പറയണത്, ഞാൻ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കൂടെയാണ്. അപ്പം ഈ കോളേജിൽ മാക്സിമം നന്നായിട്ട് സംസാരിച്ച് കുറേ കൂട്ടുകാരും ഉണ്ടെങ്കിൽ പോവുക. ഓരോ ഈ നിമിഷത്തിൽ എന്നെക്കൊണ്ട് ആവാവുന്നത് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം എത്രയും അധികം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്യും. വളരെ നന്ദിയുണ്ട് എല്ലാവരോടും. വളരെ ആക്ച്വലി ഐ ആം വെരി പ്ലീസ് ടു ബി ഹിയർ. താങ്ക് യു. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ D1 മലയാളമാണ്. ഇപ്പം എല്ലാവരും ഇപ്പം ചേട്ടൻ്റെ ഭൂതകാലത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ പറഞ്ഞ കുഞ്ഞാവ ഉണ്ടായിട്ടുണ്ട്, ചേട്ടൻ്റെ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ പിന്നെ ഈ സ്റ്റുഡൻസ് കോളേജിലെ സ്റ്റുഡൻസ് എത്രത്തോളം ഊർജ്ജമുള്ളവരാണ്, അതേപോലെ തന്നെ ഈ പുതിയ ഒത്തിരി ക്രിക്കറ്റേഴ്സ് ഇവിടെ ഉണ്ട്, അവർക്കെല്ലാം വേണ്ട ടെക്നിക്സ് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഞാൻ ക്രിക്കറ്റേഴ്സിനോട് അഡ്വൈസ് പറയാം. കുറെ ക്രിക്കറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കറക്റ്റ് അല്ലേ? ക്രിക്കറ്റേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, എല്ലാവരും ഒരു തവണ ഇങ്ങനെ കൈകറി എറിഞ്ഞിട്ടുണ്ടാവും. അപ്പം എന്താണ് ഡാൻസോ? എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കാണാനാണ് പ്ലീസ്. 2-3 ഡാൻസ് ഒക്കെ അതിലുണ്ട്. എന്തായാലും ഉത്തരം പറയാം. എനിക്ക് കളിക്കാൻ ഉത്തരം പറഞ്ഞോട്ടെ പ്ലീസ്. ഓക്കെ, ഈ പയ്യനും കൂടെ റെസ്പെക്ട് കൊടുക്കണം. നമ്മളെല്ലാവരും റെസ്പെക്ട് കൊടുക്കുമ്പോൾ താങ്ക് യു. ക്രിക്കറ്റേഴ്സ് വരുന്നില്ല, പ്രിൻസിപ്പൽ സാർ വരെ പറഞ്ഞു 25 മിനിറ്റ് ആയിരുന്നു. എന്തായാലും താങ്ക് യു. ഞാൻ ഉത്തരം പറയാം. വേറെ ഒന്നുമില്ല, എൻ്റെ ലൈഫിൽ ഒരു സിമ്പിൾ റൂളായിരുന്നു. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കണം. അപ്പോൾ ക്രിക്കറ്റേഴ്സ് അല്ല, ഏത് ഫീൽഡിലാണെങ്കിലും എൻ്റെ അച്ഛനമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. എൻ്റെ അച്ഛൻ എസ്പെഷ്യലി അച്ഛൻ റിട്ടയർ ആയതിനു ശേഷം അച്ഛനായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ എന്ത് കളിപ്പിക്കണമെന്ന്. അപ്പം റിട്ടയർ ആയത് കഴിയുമ്പോൾ മിക്കവരും ദേഗോ റിയലി ഡൗൺ ആവും, കാരണം ഓഫീസിലെന്ന് പോകുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മാച്ചുകൾ കാണാൻ വരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ക്രിക്കറ്റേഴ്സിൽ അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി ഒരു മാച്ച് തോറ്റത് കൊണ്ടോ ഒരു മാച്ചിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ടോ കളി നിർത്താതെ, എനിക്കിപ്പോൾ 32 വയസ്സായി, ഇനി ഞാൻ 8 വർഷം കൂടെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 2019 വേൾഡ് കപ്പ് കളിക്കണം എന്നാണ് ആഗ്രഹം. അപ്പം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു under-16, under-19, under-22 നോക്കാതെ ജീവിതത്തെ നേരിടുക. അത് ഇന്ത്യക്ക് കളിക്കണം എന്ന ലക്ഷ്യം കളിക്കാൻ പറ്റും. അത്
സ്വന്തമായി വിശ്വസിക്കണം. അതാണ് ക്രിക്കറ്റേഴ്സിനോട് പറയാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫാമിലി. എൻ്റെ മോളെ കുട്ടിയാണ് ചോദിച്ചത്. എൻ്റെ കുട്ടിയുടെ പേര് ശ്രീ സാൻവിക എന്നാണ്. പെൺകുട്ടി. ഇന്നലെ 4 മാസം പ്രായം തികഞ്ഞു. പിന്നെന്താണ് ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ സന്തോഷം. എനിക്ക് തോന്നുന്നു നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു തിഹാർ ജയിലിനെ കുറിച്ചെല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു ദൈവം ചിലപ്പോൾ എന്നെ ജീവിപ്പിക്കുന്നത് ചിലപ്പം എൻ്റെ കുട്ടിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും. അപ്പം അത് എൻ്റെ ഫാമിലി ഈസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഇസ് ഫാമിലി. സ്റ്റുഡൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ ലാസ്റ്റാണ് പറഞ്ഞത്, കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ എനർജറ്റിക് ആണ്. എനിക്ക് താങ്ക് യു ഉണ്ട്. എനിക്ക് എൻ്റെ ബ്രദറിലോ ഇവിടെ വന്നിട്ടുണ്ട്. ഫത്തേ ഇപ്പോൾ പുറത്തേക്ക് പോയി, മലയാളം ഒട്ടും മനസ്സിലാവുന്നില്ല അവന്. അപ്പം എൻ്റെ ബ്രദറിലോ ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ സത്യം പറയുന്നത് എൻ്റെ കൈ വിറയ്ക്കുകയായിരുന്നു. അല്ല, നുണ പറയണല്ല, ശരിക്കും എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജസ് അങ്ങനെ പോകുമ്പോൾ ശരിക്കും എഡ്യൂക്കേറ്റഡ് ലോട്ട് ആകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ആ ഡാൻസ്, മോക്ക് ഡാൻസിൻ്റെ എല്ലാ ഡാൻസേഴ്സിനും ഞാൻ വെറുതെ ഫുൾ കോളേജ് ഡാൻസിലേക്ക് പോകുന്നത്. എന്തായാലും വളരെ വളരെ നന്ദി. നിങ്ങളുടെ ഈ എനർജി, നിങ്ങളുടെ എന്താ പറയണ ഒരു എൻതൂസിയാസം, അത് കീപ്പപ്പ് ചെയ്യുക. ഈ ഒരു വേൾഡ് പ്രിവെൻഷൻ, സൂസൈഡ് പ്രിവെൻഷൻ ഡേക്ക് എനിക്ക് തോന്നുന്നു ഈ കോളേജിലുള്ള വിദ്യാർത്ഥികൾ തന്നെ ആണ് എക്സാമ്പിൾ. ഇത്രയും എനർജി, ഇത്രയും എൻതൂസിയാസം അത് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. സ്നേഹം പടർത്തുക. ആൻഡ് സ്പ്രെഡ് ലവ് ആൻഡ് ഫീൽ ഗ്രേറ്റ്. ഞാൻ സത്യം പറഞ്ഞില്ല, സോറി ഇത്രയും നേരം എന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് വരുവാനും എൻ്റെ ഇത്രയും ഡീസൻറ്റ് സ്പീച്ച് കേട്ടാൽ നിങ്ങളെല്ലാവരോടും വളരെ നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.